ഇനിയും പുതുവർഷം എത്താത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. അതിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പുതുവർഷം എത്തിയില്ല. 2026 എത്താൻ ഇനിയും അവിടെ ഒരല്പം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. UAE നിന്ന് അക്ഷയ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അക്ഷയ്, ഇവിടെ ഞങ്ങൾക്ക് ന്യൂ ഇയർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. 2026 ഞങ്ങൾക്ക് പിറന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഇനി അവിടെ എത്ര നേരം കൂടി കാത്തിരിക്കണം ന്യൂ ഇയർ ആകാൻ? ഇത് നമുക്ക് ഏതാണ്ട് ഒരു മണിക്കൂറിന് മുകളിൽ സമയമുണ്ട് ഇവിടെ ന്യൂ ഇയർ ആകാൻ. പക്ഷേ ദുബൈയിലെ ആഘോഷങ്ങൾ മണിക്കൂറുകൾക്ക് മുമ്പേ ആരംഭിച്ചു കഴിഞ്ഞു. UAE ഡ്രോൺ ഷോകളും അതുപോലെ തന്നെ വെടിക്കെട്ടും ഒക്കെയാണ് ഇത്തവണ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ തന്നെ ലോക റെക്കോർഡുകൾ തകർക്കാനുള്ള ആവേശമാണ് ഇവിടെ ഓരോ എമിറേറ്റുകൾ തമ്മിലും എന്നുള്ളതാണ്. അബുദാബിയിൽ 62 മിനിറ്റ് തുടർച്ചയായി വെടിക്കെട്ടൊരുക്കി റെക്കോർഡുകൾ തകർക്കാൻ ശ്രമിക്കുമ്പോൾ റാസൽ ഖൈമ 6 കിലോമീറ്റർ നീളത്തിൽ 15 മിനിറ്റ് തുടർച്ചയായി വെടിക്കെട്ടൊരുക്കിയാണ് റെക്കോർഡുകൾ തകർക്കുന്നത്. അങ്ങനെ മനോഹരമായി തന്നെ ഈ ഒരു പുതുവത്സര ആഘോഷം UAE നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ പൊതു അവധിയാണ്. ഞാനിപ്പോൾ ഉള്ളത് ദുബായ് ഗ്ലോബൽ വില്ലേജിലാണ്. ഇവിടെ കൂടുതലും കുടുംബങ്ങളും ഒക്കെ ആയിട്ടാണ് ആളുകൾ എത്തി പുതുവത്സരം ആഘോഷിക്കുന്നത്. ഒരുപാട് മലയാളികളും ഇപ്പം എൻ്റെ അടുത്തുണ്ട്. ഹായ്, എന്താ പേര്? മുസമ്മിൽ. എങ്ങനെ പോകുന്നു പുതുവത്സര ആഘോഷമൊക്കെ? അടിപൊളിയായിട്ട് പോകണം സാർ. നാട്ടിലെ മറ്റൊരു കാര്യം, നാട്ടിലെ സമയം ഏതാണ്ട് 12 മണിക്ക് ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ വെടിക്കെട്ട് നടന്നു എന്നുള്ളതാണ്. ഗ്ലോബൽ വില്ലേജിൽ 7 വെടിക്കെട്ടുകളാണ് നടക്കുന്നത് ഡിഫറെൻറ്റ് ടൈം സോണുകളിൽ. അങ്ങനെ ഇന്ത്യയിൽ കൃത്യം 12 മണി ആയ സമയത്ത് ഇവിടെ ഒരു വെടിക്കെട്ട് നടന്നിരുന്നു. അതുപോലെ തന്നെ ഡ്രോൺ ഷോ നടന്നിരുന്നു. മാനത്ത് ഇന്ത്യ എന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയൊക്കെ അതിമനോഹരമായി വിരിച്ചു കാണിക്കുന്ന ഒരു നിമിഷം കഴിക്കും. അപ്പോൾ ഇവിടെയുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷകരമായ നിമിഷമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ട് പോയത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഡ്രോൺ ഷോയും കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ? അടിപൊളിയാണ്, നല്ലവണ്ണം കാണാൻ പറ്റി. ഇവിടെ വന്നാൽ ഒരുവിധം രാജ്യത്തെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഫാമിലി ആയിട്ടാണ് എത്തിയത്? ഫാമിലി ആയിട്ട്. എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? എങ്ങനെ പോകുന്നു? അടിപൊളിയാണ്. നാളെ അവധിയല്ലേ? അല്ലല്ല, നാളെ ഡ്യൂട്ടിയാണ്. നാളെ ഡ്യൂട്ടി ഉണ്ട്. ഇതുപോലെ ചില ഡ്യൂട്ടിയുള്ള ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ദിവ്യ, എന്താ പേര്? അൻസിൽ. എങ്ങനെ പോകുന്നു ആഘോഷങ്ങളൊക്കെ? ഉഷാറാണ്. ഓ, എന്താ ബുർജ് ഖലീഫയിലൊന്നും പോവാതെ ഗ്ലോബൽ വില്ലേജിലേക്ക് വന്നത്? ഓൾറെഡി തിരക്കാണ്. പിന്നെ കപ്പിൾസ് ആണ് കേട്ടത്. ഈ ഗ്ലോബൽ വില്ലേജിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ട് പിന്നെ ആഘോഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഗ്ലോബൽ വില്ലേജ് എന്നുള്ളത്. പിന്നെ ഒരുപാട് ലോങ് ടൈം ആയിട്ടുള്ള വെടിക്കെട്ട് എന്നുള്ളതല്ല, നല്ലൊരു വൈബാണ്. അതേപോലെ ഫാമിലിയൊക്കെ ആയിട്ട് സേഫായിട്ട് വരാൻ പറ്റിയ ഒരു ഇടമാണ് ഗ്ലോബൽ വില്ലേജ്. പിന്നെ മലയാളികളെ ദുബായിൽ താമസിക്കുന്ന എല്ലാവരെയും പ്രിയപ്പെട്ട ഒരു ഇടം തന്നെയാണ് ഗ്ലോബൽ വില്ലേജ്. പിന്നെ ഈ രാജ്യത്തിൻ്റെ ഒരു സേഫ്റ്റിയെ കുറിച്ച് ഇപ്പം പറഞ്ഞു. ഈ രാജ്യത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ സേഫ്റ്റി. ഏതാണ്ട് 3 മണി വരെ, പുലർച്ചെ 3 മണി 4 മണി വരെ കൃത്യം നിയമാനുസൃതമായി ഇവിടെ ആഘോഷങ്ങളും വെടിക്കെട്ടുകളും ഡ്രോൺ ഷോകളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൽ തൊട്ട് മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർ പറയുന്നത് നാട്ടിലാണെങ്കിൽ നമുക്കൊരു 10 മണിക്ക് ശേഷം പല ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിന് പരിമിതിയുണ്ട്. കാരണം വീട്ടുകാർക്ക് ഭയമാണ് അങ്ങനെ പുറത്തുവിടാൻ. പക്ഷേ ഇവിടെ ഏതാണ്ട് 3 മണി വരെയൊക്കെ തുടർച്ചയായ ആഘോഷങ്ങളിൽ ഇവരും പങ്കാളികളാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുള്ളൊരു സുരക്ഷിതത്വം കൂടി ഈ ഒരു നഗരം നൽകുന്നുണ്ട്. വേൾഡ് റാങ്കിങ്ങിൽ തന്നെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് UAE. അതുപോലെ തന്നെ UAEയിലെ ഈ ഒരു തിരക്കിനോടനുബന്ധിച്ചിട്ട് 24 മണിക്കൂറും ദുബായ് മെട്രോയും അതുപോലെ തന്നെ ബസ്സും സർവീസ് നടത്തുന്നുണ്ട്. 10,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സുരക്ഷയിൽ അങ്ങനെ മനോഹരമായിട്ടാണ് UAE പുതുവത്സരം ആഘോഷിക്കുന്നത്. യെസ് അക്ഷയ്, അവിടെ ഈ ആഘോഷ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നതും അത് ഏകോപിപ്പിക്കുന്നതും ഒക്കെ ഗവൺമെന്റ് തന്നെയാണല്ലേ? അതെ, ഇവിടെ എല്ലാ പരിപാടികളും ഗവൺമെൻറ്റിൻ്റെ ഒരു ഏകോപനത്തിലാണ് നടന്നു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ എമിറേറ്റുകൾ തമ്മിലൊരു മത്സരം തന്നെയാണ് പുതുവത്സര ആഘോഷത്തിൻ്റെ കാര്യത്തിൽ. അത് വെടിക്കെട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഡ്രോൺ ഷോകളുടെ കാര്യത്തിലാണെങ്കിലും ലോകത്ത് ഏറ്റവും അധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു പുതുവത്സര ആഘോഷം എന്നുള്ള പ്രത്യേകത ഒരുപക്ഷെ ഈ പറയുന്ന ദുബായ് തന്നെ ആയിരിക്കും. കാരണം അതിനുമാത്രം ലോകത്തിലുള്ള ആളുകൾ ഈ ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഗ്ലോബൽ വില്ലേജിലാണെങ്കിൽ പോലും ഒരുവിധം എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ എൻ്റെ ചുറ്റിലും നിന്ന് വിവിധ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അത് ഡ്രോൺ ഷോ കാണാനാണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ പുറകിൽ കാണുന്ന സംഗീത പരിപാടികൾ ആസ്വദിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം. അപ്പോൾ പ്രധാനമായും ഇത്തരം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇവിടുത്തെ സർക്കാരുകൾ മത്സരിച്ച് പുതുവത്സരം ആഘോഷിക്കുന്നത്. അബുദാബിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 62 മിനിറ്റാണ് തുടർച്ചയായി അബുദാബി സായിദ് ഫെസ്റ്റിവലിൽ വെടിക്കെട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ 6500 ഡ്രോണുകൾ അണിനിരക്കുന്ന ഡ്രോൺ ഷോ അബുദാബിയിൽ നടക്കുന്നുണ്ട്. 5 വേൾഡ് റെക്കോർഡുകളാണ് ആ ഒരു എൻ്റയർ പ്രോഗ്രാമിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അതുപോലെ തന്നെ റാസൽ ഖൈമയിലാണെങ്കിലും ഷാർജയിലാണെങ്കിലും അജ്മാനിലാണെങ്കിലും
നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റുകൾ പോലെയാണ് ഈ ഇവിടുത്തെ എമിറേറ്റുകൾ. അങ്ങനെ പരസ്പരം മത്സരിക്കുന്ന ഇത്തരം ഒരു എന്താ പറയുക ആഘോഷങ്ങളുടെ കാര്യത്തിൽ മത്സരിക്കുന്ന മനോഹരമായി മത്സരിക്കുന്ന എമിറേറ്റുകളെയും ഒക്കെ നമുക്കിവിടെ കാണാം. ദിവ്യ. യെസ് അക്ഷയ്, നേരത്തെ അക്ഷയ് ലൈവ് നിന്നപ്പോൾ ഉള്ളതുപോലെയല്ല, നേരത്തെ ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒരുപാട് ആളുകളെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എല്ലാവരും അങ്ങനെ നിരത്തുകളിലേക്ക് സിറ്റിയിലേക്ക് എത്തുകയാണല്ലേ? അതെ ദിവ്യ, ഇവിടെ ഏതാണ്ട് ഒരു 3 മണിയോടെ തന്നെ പല റോഡുകളും തന്നെ അടക്കും. കാരണം അത്രത്തോളം തിരക്കായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ 3 മണി 4 മണിയോടെ തന്നെ ആളുകൾ തങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ആരംഭിച്ചിട്ടുണ്ടാകും. കാരണം ഈ ഒരു ബ്ലോക്കും കാര്യങ്ങളും മുൻകൂട്ടി കണക്കിലെടുത്തുകൊണ്ട്. അങ്ങനെ ഈ പറയുന്ന ബുർജ് ഖലീഫ ആണെങ്കിൽ പോലും അതിൻ്റെ പരിസരമെല്ലാം ഇപ്പോൾ ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നിറഞ്ഞിരുന്നാൽ പോലും, അതായത് ഏതാണ്ട് 3 മണി 4 മണി മുതൽ തന്നെ ആളുകൾ വന്ന് തമ്പടിച്ച് തുടങ്ങും. ആ ആളുകൾക്ക് പോകാൻ കഴിയുക പുലർച്ചെ 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴാണ്. മണിക്കൂറുകളോളം, ഏതാണ്ട് 7 മണിക്കൂർ 8 മണിക്കൂറെല്ലാം ഈ ബുർജ് ഖലീഫയിലെ വെടിക്കെട്ടും അതുപോലെ തന്നെ ലേസർ ഷോയും കാണാൻ ആളുകൾ ചെലവഴിച്ചിട്ടാണ് ആ ഒരു പ്രദേശത്തേക്ക് പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടത്തിൻ്റെ താഴെ ഇരുന്ന് അതിൻ്റെ ആ ഒരു ദൃശ്യ ഭംഗി ആസ്വദിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വളരെ അങ്ങനെ അത്രയും ആഗ്രഹിച്ചുകൊണ്ടാണ് ആളുകൾ അത്രയും സമയം അവിടെ കാത്തിരിക്കുന്നത്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ആഘോഷങ്ങളാണ് UAE യിൽ നടക്കുന്നത്.